സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെയും പറഞ്ഞത് ഇത് തന്നെയാണ്, ഈ ഗർഭത്തെ പറ്റിയാണ്. പക്ഷെ ഇന്ന് ഗർഭത്തെ പറ്റിയല്ല പറയാൻ വന്നത്, രണ്ട് സിനിമകളെ പറ്റിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 30 വർഷത്തിന് മേലായി സന്ദേശം എന്നൊരു പിക്ചറുണ്ടായിരുന്നു. ആ പിക്ചറിൻ്റെ സംവിധായകൻ സത്യനന്ദിക്കാടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററെല്ലാം ശ്രീനിവാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ മുഖ്യമന്ത്രിയാക്കണമായിരുന്നു. കാര്യം ഭയങ്കര ഭാവന. ഇത്ര വർഷം മുമ്പ് ഇതൊക്കെ സംഭവിക്കും എന്ന് പുള്ളിക്കാരനൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു അന്നൊരു ആ സിനിമയിൽ ആ താത്വിക ആചാര്യനായിട്ടുള്ള ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വല്ല ഗർഭക്കേസിലൊക്കെ അകപ്പെടുത്താം എന്ന്. അതല്ലാതെ മേലേപ്പറമ്പിൽ ആൺവീട് എന്നുള്ളൊരു പിക്ചറുണ്ട്, അത് രാജശേഖരൻ്റെ പിക്ചറാണ്. അതിനകത്ത് ഇതുപോലെ ഒരു ഗർഭം, ആ ഗർഭത്തിന് ഉത്തരവാദി ആരാ, അപ്പോൾ എൻ്റെ ഗർഭം ഇതല്ല എന്നും പറഞ്ഞെങ്കിൽ ജഗതി പറയുന്നവരുടെ ഒരു അഭിനയ രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര തമാശകളൊക്കെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് 2 ദിവസമായിട്ട് നമ്മൾ ഭയങ്കര തമാശകൾ ഒക്കെ കാണുക. അപ്പോൾ ഇതിന് ഉറവിടം കൊടുത്ത ദേശാഭിമാനി പത്രം തന്നെ അത് പിൻവലിച്ചു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ ഇതിനെ ഭയങ്കര നമ്മൾ വിശ്വസിച്ച് നമ്മൾ കാണുന്ന ചില ചാനലുകാർ, ABC ന്യൂസിലെ രാമേന്ദ്രനുമൊക്കെ ഇരുന്നിട്ട്, ഇപ്പോൾ എന്നെക്കാട്ടി പ്രായമുള്ള, ഇപ്പോൾ കുറവായിരിക്കും, ഞാൻ കറുപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും, അവരൊക്കെ പറയുന്ന ഈ കിളിക്കഥകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അവരോടൊക്കെ തന്നെ വെറുപ്പ് തോന്നുക. അതുപോലെ രാജൻ ജോസഫും മറ്റേ ഒരു സിബി തോമസും, ഇവരൊക്കെ ഈ ഇക്കിളിക്കഥകൾക്ക് എന്തിനാണ് പുറകെ പോകുന്നത്? ഇവർക്ക് വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. വളരെ വൃത്തികെട്ട ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല കാര്യങ്ങളെപ്പറ്റിയൊന്നും ആരും ചർച്ച ചെയ്യത്തില്ല. ഇക്കിളിക്കഥകൾ കേട്ട് കുറച്ച് റേറ്റിംഗ് ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഗുഡ് നൈറ്റ്.